ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി പപ്പീസ്, ഗാർഡിങ്ങിനായാലും വാച്ചിങ് ഡോഗായിട്ട് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ ഫാദർ വന്നിരിക്കുന്നത് ഇതാണ്. നല്ല അടിപൊളി ഹെഡൊക്കെ ഉള്ള ഫാദറാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് കേസ് ആണ് വന്നിരിക്കുന്നത്. 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്തൗട്ട് കേസ് ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ബ്രീഡർ നമ്പർ വാട്സപ്പ് ഓൺലിയാണ്. വാട്സപ്പിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അടിപൊളി പപ്പീസ്, മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 10,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ അവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ലാബിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ് ലാബ്. അതേപോലെ പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ്. ഈ ലാബിൻ്റെ പപ്പീസ് 6,000 രൂപയാണ്, 6,000 ആണ് അവർ ചോദിക്കുന്ന റേറ്റ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു സെമി അഡൽട്ട് ഫീമെയിൽ ക്യാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ക്യാറ്റ്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 7 മാസം പ്രായമായിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാറ്റ്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 5,500 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ സെമി അഡൽട്ട് ഫീമെയിൽ ക്യാറ്റിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ഒരു സെമി അഡൽട്ട് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമായിട്ടുള്ളൂ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ മെയിൽ പപ്പി. അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്നത് 15,000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 5 മാസമായിട്ടുള്ള ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ മെയിൽ പപ്പി. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ആരെങ്കിലും ഇതിനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 15,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. 10,90-ലേറെ ആഫ്രിക്കൻ ലവ് ബേഡുകൾ സെയിലുണ്ട്. എല്ലാതും അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സിന് മുകളിലുള്ള ലവ് ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അഡൽട്ടും ബ്രീഡിംഗ് പെയറുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫിഷർ വെറൈറ്റിക്ക് 600 രൂപയും അതേപോലെ പീച്ച് വെറൈറ്റിക്ക് 550 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല റേറ്റ് കുറവിനാണ് ആഫ്രിക്കൻ ലവ് ബേഡുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതും ചിക്സ് അല്ല, അഡൽട്ടുകൾ, സെമി അഡൽട്ടും അഡൽട്ടുകളാണ്. 1.5 വയസ്സ് പ്രായമുള്ളതാണ് വന്നിരിക്കുന്നത്. എല്ലാതും 90+ കൊടുക്കാനുണ്ട്. തിരുവനന്തപുരം ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മിനിമം ഒരു 10-15 പീസ് മിനിമം എടുക്കണം. പർച്ചേസിങ് മിനിമം 15 പീസ് എടുക്കണം. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 80-90 പീസ് എടുക്കുകയാണെങ്കിൽ, ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ മിനിമം 15 പീസാണ്. മിനിമം 15 പീസ് എടുക്കണം. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫിഷറിനൊക്കെ 600 രൂപയും അതേപോലെ പീച്ച് വെറൈറ്റിക്ക് 550 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അഡൽട്ട് ബേഡുകൾ അർജൻറ്റ് സെയിലാണ്. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിംഗ് സൈസ് ബേഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. അർജൻറ്റ് സെയിലാണ്. അവർ ഫാം നിർത്താണ്, അതാണ് കൊടുക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ബ്രീഡറാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നത്. അമേരിക്കൻ പിറ്റ്ബുള്ളിൻ്റെ ഒരു മെയിൽ ഡോഗാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 14 മാസം പ്രായമുള്ള ഒരു അമേരിക്കൻ പിറ്റ്ബുള്ളിൻ്റെ പ്രോവൺ മെയിൽ ഡോഗ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 20,000 രൂപയാണ്. ഈ അമേരിക്കൻ പിറ്റ്ബുള്ളിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 14 മാസം പ്രായമുള്ള മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പിറ്റ്ബുള്ളിൻ്റെ അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 20,000 ആണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹാംസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് പീസ് റേറ്റ് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 4 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ പീസ് റേറ്റ് 350 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 2.5 വയസ്സ് പ്രായമുള്ളത്. പാലക്കാട് കൊല്ലങ്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4,500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 2.5 വയസ്സ് പ്രായമുള്ള ഒരു ഇന്ത്യൻ സ്പിറ്റ്സ് ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചില്ലി മസോയ്ക്ക് ഡംബോയറിൻ്റെ ഒരു ഗപ്പികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള കൊറിയറൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 40 രൂപയാണ് ചോദിക്കുന്നത്. പെയറിന് 80 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് കൊടുക്കാനുള്ള ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പെയറിന് 80 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ചില്ലി മെസോയ്ക്ക് ഡംബോയറിൻ്റെ ഗപ്പികൾ മലപ്പുറം ജില്ല ഓൾ കേരള കൊറിയർ അവൈലബിൾ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോക്ടെയിലിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ക്യാറ്റ് അതേപോലെ ഡവ് ഒക്കെ അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു അടിപൊളി ഒരു ബ്രീഡിംഗ് പെയർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല. ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ട ഒരു തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു 2 കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ വന്നിരിക്കുന്നത് ഒരു 2 ക്യാറ്റുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വൈറ്റ് വന്നിരിക്കുന്നത് സെമി പഞ്ച് മെയിൽ 11 മാസമായത്. ബ്ലാക്ക് ഫീമെയിൽ സെമി പഞ്ച് 10 മാസമായത്. രണ്ടിനും കൂടി 7,000 രൂപയാണ് ഈ 2 ക്യാറ്റുകൾക്ക് ചോദിക്കുന്നത്. നല്ല അടിപൊളി 2 ക്യാറ്റുകൾ സെമി പഞ്ച് വെറൈറ്റി 7,000 രൂപ. അതേപോലെ ക്യാറ്റിനെ എടുക്കുന്നവർക്ക് ഷാമ്പു ചീപ്പ് അതേപോലെ ഇതും ഫ്രീ ആണ്. അതിൻ്റെ കൂടെ ഈ 3 കൂട്ടം ഫ്രീ ആണ്. ഡയറക്റ്റ് നിന്ന് എടുക്കണം. നല്ല അടിപൊളി ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് ഡയമണ്ട് ഡൗവിൻ്റെ ഒരു പെയർ. ഇതിന് ചോദിക്കുന്നത് 1,300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല. നല്ല അടിപൊളി പെരിസുകളാണ് വന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് തിരുവനന്തപുരം സൈഡിലെ ബ്രീഡേഴ്സിൻ്റെ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു മെയിൽ ഡോഗാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 9 മാസം പ്രായമായിട്ടുള്ള ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു മെയിൽ വിത്തൗട്ട് KCI ആണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 15,000 രൂപയാണ്. 15,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ അഡൽട്ട് മെയിലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 15,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഹിമാലയൻ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് 2 ഫീമെയിൽ ക്യാറ്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 18 മാസമായിട്ടുള്ളതാണ്. കായംകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
നല്ല അടിപൊളി ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഹിമാലയൻ 4000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ 18 മാസം പ്രായമായത് വെറും 4000 രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ക്യാറ്റും സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അഡൽട്ട് ക്യാറ്റ് പ്രഗ്നൻ്റ് ആയത് 1 മാസം പ്രഗ്നൻ്റ് ആയത്. അതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്യാറ്റുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കായംകുളമാണ് ലൊക്കേഷൻ. റേറ്റ് കുറയാനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ക്യാറ്റാണ്. 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കായംകുളമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ ബ്രീഡിൽ വരുന്ന ഡോഗിന് ഫ്രീ അഡോപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോഗിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ആരെങ്കിലും ഇതിനെടുത്ത് വളർത്താവുന്നതാണ്. അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡർ നമ്പർ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഷിറ്റ്സുവിൻ്റെ മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. വിത്തൗട്ട് കേസ് 16,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 16,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഷിറ്റ്സുവിൻ്റെ നല്ല അടിപൊളി പപ്പീസ് വിത്തൗട്ട് KCIയിൽ 16,000 രൂപ. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ പപ്പീസും നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വിത്തൗട്ട് KCIയിലാണ്. ഹസ്കിയുടെ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ 26,000 രൂപയാണ് ഹസ്കിയുടെ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്തൗട്ടിൽ 26,000 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. അമേരിക്കൻ പുള്ളിയുടെ ലാർജ് സൈസ് പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ പുള്ളിയുടെ പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 7,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. കണ്ണൂരാണ് ലൊക്കേഷൻ. 60 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 7,000 രൂപയാണ് അമേരിക്കൻ പുള്ളിയുടെ പപ്പിക്കായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 60 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിനാണ് അമേരിക്കൻ പുള്ളിയുടെ പപ്പീസ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്.